പൊന്നു വേണ്ടി രണ്ടുപേർക്കല്ലേ വരാൻ പോയോ വരുമല്ല. ഗിഫ്റ്റ് എന്റെ വീട്ടിലുണ്ടായിരുന്ന നല്ലൊരു ഗിഫ്റ്റ് അത്താര. നീ ഇതായിരിക്കണം തിരിച്ചു വരുന്നേരെ കരുത്തില്. നിങ്ങളെന്താ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഇടയ്ക്ക് എന്തോ ഇല്ല, എനിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, 2-3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൽ 2 മാറ്റി എൻജിയോപ്ലാസ്റ്റി ചെയ്തായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു വല്ലായിക വന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അതിൻ്റെ കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഇനി അടുത്ത മാസം പോകണം. പേടിക്കണ്ട. അഭിപ്രായപ്പെട്ട ഒരു സാധനം ഉണ്ട്. ഞാൻ മീൻ കച്ചവടക്കാരനാണ്. മീനച്ചാറൊക്കെ കൊണ്ടുവന്നിട്ട് ബീഫച്ചാറല്ല, മീനച്ചാറ്, മിച്ചറ്, ചിപ്സ്. ജാസ്മിന്റെ പിതാവ് ജാഫറിനും മാതാവ് രാഹിലയ്ക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം. എന്തൊരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടുകൂടെ? അതുകൊണ്ട് ആ ഒരൊറ്റ മോളെ സിനിമകൾക്ക് എല്ലാവർക്ക് ഉമ്മായവർക്ക് എനിക്ക് ഇവിടെ വന്നപ്പോ ഇത് ഞാൻ എടുക്കാം. എനിക്ക് ആകെ ഉണ്ടായിരുന്ന അത്രേ ഉള്ളൂ. അത്താക്ക് ഉമ്മായിക്ക് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ എനിക്ക് എല്ലാവരും ഉണ്ട്. ഒറ്റപ്പെടത്തില്ല, ആരും ഒറ്റപ്പെടില്ല. മോളെ കൂടെ ഇത് ഒരു ഷോപ്പ്. മോളെ ഉമ്മാക്ക് അറിയാൻ നമുക്ക് വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ പൊന്നു മോളെ നല്ല ഇടക്കൊന്നും ഗെയിം കളിക്കണം. അപ്പൊ എന്റെ ഒരു സമാധാനം. ഇപ്പൊ ഞാൻ ഒറ്റപ്പെടുമ്പോ ഉമ്മ ഉണ്ട്, അത്തമുണ്ട്, പൊന്നുണ്ട്, എല്ലാരും ഉണ്ട്. നിങ്ങൾ എനിക്ക് പുറത്തല്ലേ? എല്ലാരും പുറത്തല്ലേ? എല്ലാരും പുറത്തല്ലേ മോളെ? എല്ലാരും പുറത്തൊന്നുമില്ല. അതെനിക്ക് എപ്പോഴും മോളെ കൂടെ പ്രാർത്ഥനയുണ്ട്. മോളെ പ്രാർത്ഥന എപ്പോഴും മോളെ കൂടെ ഉണ്ട്. പിന്നെ എന്തിനാ മോളെ വിഷമിക്കുന്നത്? മോളെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്കറിയാം. ബിഗ് ബോസ് ജാസ്മിന്റെ ഉപ്പയാണ്. എനിക്ക് ഷോറൂമിൽ വെക്കണം. ഷോറൂം ഓപ്പൺ ആക്കി തരണം. ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളെ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് കൈ പിടിച്ച് ഞാനുണ്ടെന്ന് പറഞ്ഞ പുതിയ ഒരു മനുഷ്യനാണ്. അത് ശരി. സ്റ്റോറൂം വെക്കാണ്. അതെ.